ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. തിരികെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ നോക്കിയാൽ ചലച്ചിത്ര രംഗത്ത് ശുദ്ധികലശം അനിവാര്യമെന്നും അനിഷ്ട സംഭവങ്ങൾ സിനിമാ മേഖലയെ കളങ്കപ്പെടുത്തിയെന്നും നടൻ അശോകൻ. മാറ്റം അനിവാര്യമാണെന്നും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടാൻ വൈകുന്നത് സർക്കാരിന്റെ പരാജയമാണെന്നും നടൻ ബാല പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ മാറ്റത്തിന് വഴിവെക്കുമെന്ന് നടി ഗീതാ വിജയനും പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ലൈംഗിക പീഡന പരാതികളിൽ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ചലച്ചിത്ര രംഗത്ത് ശുദ്ധികലശം അനിവാര്യമെന്നായിരുന്നു നടൻ അശോകന്റെ പ്രതികരണം. ഇനിയൊരു സിനിമ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇതൊരു പാഠമാവണം. ഇതെല്ലാവർക്കും ലെസണാകണം. അതിലും അങ്ങനെ എടുത്ത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുവരണം. സിനിമ എന്ന് പറയുന്നത് എന്ത് തോന്നിവാസത്തും കയറി മേയാവുന്നൊരു സ്ഥലമല്ല സിനിമ. സിനിമാ മേഖലയിൽ മാറ്റം അനിവാര്യമെന്ന് തന്നെയാണ് നടൻ ബാലയും പറയുന്നത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ബാല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ഫീൽഡ്, ഇറ്റ്സ് അബൌട്ട് തനി മനിത ഒഴുക്കം, സെൽഫ് ഡിസിപ്ലിൻ. ഒരുവരുത്തൻ തിരുന്തണം. അവനവൻ്റെ മനസ്സാക്ഷിക്കും മനസ്സിനും ഉത്തരം പറയണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ സമഗ്ര മാറ്റത്തിന് വഴിവെക്കുമെന്നാണ് നടി ഗീതാ വിജയന്റെ അഭിപ്രായം. റിപ്പോർട്ട് പുറത്തു വന്നതോടെ വില്ലന്മാർ ഭയപ്പെട്ടു തുടങ്ങിയെന്നും ഗീതാ വിജയൻ. ഈ ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് കാരണം ഇനി എല്ലാവരും ഒന്നില്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു അട്രോസിറ്റീസ് ഒക്കെ നിൽക്കും ഡെഫിനറ്റായിട്ടും. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ വില്ലൻസ് ആൻഡ് പെർപെട്രേറ്റേഴ്സ് ഇപ്പം അവർക്കൊരു ഭയമുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അനാശാസ്യ പ്രവണതകൾക്കെതിരെ പ്രതികരണങ്ങൾ ഉയരുന്നത് മേഖലയെ കൂടുതൽ ശുദ്ധീകരിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയർത്തുന്നത്. 24 കൊച്ചി.